1394 സുൽത്താൻ സിക്കന്ദർ കമ്മീഷൻ ചെയ്യുകയും 1402 പണി പൂർത്തിയാക്കുകയും ചെയ്ത കശ്മീരിലെ ജാമ്യ മസ്ജിദിലാണ് ഞാനുള്ളത്. ഓൾഡ് ടൗണിലാണ് ഈ മസ്ജിദ് ഉള്ളത്. ഈ കശ്മീരിലെ ഒരു കൾച്ചറിന്റെ ഒരു സെന്റർ ആണ് ഈ ജാമ്യ മസ്ജിദ്. നമുക്ക് ജാമ്യ മസ്ജിദിലേക്ക് ഒന്ന് പോവാം. പള്ളിയുടെ മുമ്പിൽ തന്നെ ചെരുപ്പുകളൊക്കെ ഉരുവച്ചിട്ടുണ്ട്. പള്ളി പ്രവേശിക്കുന്നതിന് മുമ്പ് മെയിൻ ഗേറ്റിലാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്ലീസ് ടേക്ക് ഓഫ് യുവർ ഷൂസ്. സോ ഞാനും ഷൂസ് ഊരാണ്. ദിസ് ഈസ് ദ ജാമിയ മോസ്ക്. ഈ മെയിൻ ഗേറ്റിന്റെ അടുത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ജാമിയ മസ്ജിദ് ശ്രീനഗർ വാസ് ബിൽറ്റ് ബൈ സുൽത്താൻ സിക്കന്ദർ ഷാ 1394 AD 1394 ഫാദർ ഓഫ് സുൽത്താൻ സൈനുൽ ആബിദീൻ ബാദ്ഷാ. സോ അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറി നോക്കാം. ഇവിടെ ഗേറ്റിൽ തന്നെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളോട് നമുക്ക് ചോദിച്ചു നോക്കാം. सिकंदर शाह कश्मीरी ये बादशाह है? बादशाह था, उस जमाने का बादशाह था, उस जमान का बादशाह था. इसको हो गया आज तक 630 साल. 630. 1394 സുൽത്താൻ ആയിരുന്നു ഈ പറയപ്പെടുന്ന സിക്കന്ദർ ഷാ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മസ്ജിദാണിത്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കയറുകയാണ്. ഇത് മെയിൻ ഗേറ്റ് ആണ്. ഇതിൻ്റെ വാതിൽ തന്നെ ഉണ്ടാവും ഒരു 25 അടി അല്ലെങ്കിൽ 30 അടി മേലെ നീളമുള്ള ഒരു വാതിൽ ഉണ്ടല്ലേ. അതിൻ്റെ ഒരു മെറ്റൽ, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെറ്റലാണ്. വലിയൊരു മോസ്കാണ്. ഏകദേശം ഒരേ സമയം 30,000 പേർക്ക് നിസ്കരിക്കാൻ ഉള്ള സൗകര്യമുണ്ട് ഈ പള്ളിയിൽ. പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു വുളു എടുക്കാനുള്ള ഒരു കുളമുണ്ട്. പ്രാവുകൾ വന്ന് അവിടെ ഇരിക്കാറുണ്ട്. കാശ്മീരിന്റെ പൗരാണികത ഈ പള്ളി നമ്മോട് പറഞ്ഞു തരും. Yeah. 1819 തുടക്കത്തിൽ അന്നത്തെ സിഖ് രാജവംശത്തിലെ മഹാരാജ ആയിരുന്ന മഹാരാജ രഞ്ജിത് സിംഗ് 21 വർഷത്തോളം ഈ പള്ളി അടിച്ചിടുകയും പിന്നീട് ശ്രീനഗറിൻ്റെ ഗവർണറായിരുന്ന മോത്തിറാം ഈ പള്ളിയിൽ പ്രാർത്ഥനകൾ വിലക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 1843 ഗവർണറായിരുന്ന ഗുലാം മുഹീദ്ദീൻ 1.5 ലക്ഷം രൂപ ചെലവഴിച്ച് പള്ളിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. പള്ളിയുടെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ പള്ളിയുടെ അകം കാണാം. അതിൽ നമ്മളിങ്ങനെ കയറുമ്പോൾ വലിയ വലുപ്പമുള്ളൊരു എൻട്രൻസ് ആണ്. ആ എൻട്രൻസിലൂടെ ഇങ്ങനെ കയറിയിട്ട് മുകളിൽ പോവാം. നമ്മുടെ പള്ളീൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. കണ്ടില്ലേ, ഇമാം നിസ്കരിക്കുന്ന സ്ഥലം, അതിൻ്റെ കുത്തുബ ഓതുന്ന സ്ഥലം. കാശ്മീർ കണ്ട എല്ലാ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും മൂകസാക്ഷിയായിരുന്നു ജാമിയ മസ്ജിദ്.
630 കൊല്ലം മുമ്പുണ്ടാക്കിയ ഈ മാസ്മരികമായിട്ടുള്ള ഈ മോസ്ക് കശ്മീരിലെ മുസ്ലിങ്ങളുടെ ഒരു പൈതൃകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കശ്മീരിൽ ഇസ്ലാം മതം സ്പ്രെഡ് ചെയ്യാൻ കാരണക്കാരായിട്ടുള്ള സൂഫി സെയിൻസിൻ്റെ, സൂഫി വര്യന്മാരുടെ എല്ലാം ഒരു ആശ്രയഭൂമിയായിരുന്നു ഈ ജാമിയ. നമ്മളോട് സൈൻ ഓഫ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോസ്. താങ്ക് യു.